ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച സാധാരണ ഞാൻ കുറേ ലേറ്റായിട്ടാണ് വീഡിയോസ് ഇടാറ്. അതുപോലെ തന്നെ ഇന്നും ഞാൻ സ്റ്റാർട്ടിങ് എടുത്തെങ്കിലും പിന്നെ ഉച്ച തൊട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പതിവുപടി രാവിലെ എണീറ്റു, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എടുത്തത്. അതാണ് ആ മെഴുകുതിരി അങ്ങനെ ഇങ്ങനെ ചെറുതായി കത്തിക്കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നാണ് ശരിക്ക് ഡിംപിൾ ധ്യാനത്തിന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ദിവസം. പക്ഷേ ഈ പറഞ്ഞ പോലെ പാച്ചുവിനെ മാറ്റി നിർത്തേണ്ട ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഡിംപിൾ പോയില്ല. അപ്പോൾ ആൻസനും 3 ആൻറ്റിമാരും കൂടിയിട്ട് ധ്യാനത്തിന് പോയേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക വിശേഷം. പിന്നെ ഡിംപിളിൻ്റെ ഒരു വീഡിയോൻ്റെ സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, റിയാക്ഷൻ വീഡിയോ ഡിംപിൾ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഡിംപിളിനോടായാലും എന്നോടായാലും പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണോ തെറ്റ് കണ്ടത് അവിടെ ഒന്ന് ചൂണ്ടി കാണിച്ചില്ലെങ്കിൽ അത് വീണ്ടും 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 ഇതിനേക്കാൾ വലിയ തംബ്നെയിലിട്ടിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ വശം ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതല്ലേ. അതുപോലെ തന്നെ കുറേ പേർക്ക് ഒരു സംശയമുണ്ട്, എന്താണ് ഡിംപിളിന് ഇത്ര വലിയ ടെൻഷൻ എന്നുള്ളത്. ഒന്നുമല്ല, നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം, കുറേ ആർട്ടിസ്റ്റുകളുടെ ചാനൽ ഒരു കമ്പനിയാണ് കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവലാതിയും ഡിംപിളിന് നല്ലോണം ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറ്റിയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതാണ് ഡിംപിളിന് അതുമല്ല ഇതുമല്ല എന്ന് പറയാണ്ട് ഇടയിലിട്ട് കുട്ടി പറയുന്നത്. കാരണം വെറുതെ നമ്മൾ പറഞ്ഞിട്ട് ഒരാളെ മോശക്കാരാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുട്ടി തന്നെ അത് വിശദമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയും. കാരണം അതിനുള്ള സമയമായി തുടങ്ങി. നമ്മൾ ക്ഷമിച്ച് കുറേയൊക്കെ ആയെങ്കിലും ഇനി ക്ഷമ ഒരു പരിധി വരെയല്ലേ മനുഷ്യന്മാർക്ക് ക്ഷമയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ആരാണ് എന്താണ് എന്നൊക്കെയുള്ളത് ശരിക്കും അങ്ങോട്ട് വെളിപ്പെടുത്തും. ഇപ്പം തന്നെ 1-2 പേര് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മളോട് ചെയ്ത കാര്യങ്ങളാണല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് സംഭവം. അല്ലാണ്ട് ഡിംപിളിൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് എന്ന് പറയാനായിട്ട് ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വശത്തുനിന്നോ ഞങ്ങളുടെ ഫാമിലിയുടെ വശത്തുനിന്നോ ഒന്നുമല്ല. ഇതാണ് അവളുടെ മെയിൻ ഇഷ്യൂ. ചാനലിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് നിങ്ങൾ കുറേ മുമ്പും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ചാനലിൽ അങ്ങനെയായി ഇങ്ങനെയായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയിട്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയതൊക്കെ നിങ്ങൾക്കറിയാം. അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ ഏതാണെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടല്ലേ അറിഞ്ഞിട്ടും പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളോട്. അപ്പോൾ അത് ഞാൻ പിന്നീട് ഡിംപിൾ എന്നെ വന്ന് പറയൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേർസ് അപ്പാപ്പൻ പട്ടിക ഇറച്ചി വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരുകൾ 2 ഒപ്പം വണ്ടിമ്മ കയറിയിരുന്ന് ഗേറ്റിൻ്റെ അവിടം വരെ അപ്പാപ്പനെ യാത്രയാക്കുകയാണ്. അങ്ങനെ ഇപ്പം എന്താ പറയുക, ഈ 3 ചാക്കോച്ചൻ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഇവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അങ്ങനെ 3 കൂടിയുള്ള പുറത്തത്തെ കളിയാണ്. അപ്പോൾ ഞങ്ങൾ 3 പെണ്ണുങ്ങൾ അകത്തേക്ക് കയറി നമ്മൾ ഉച്ചയിലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒരുക്കാൻ നിന്നപ്പോഴാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ മുടി വെട്ടാം എന്നൊരു സംഭവം വന്നത്. കാരണം അക്കി മാത്രമല്ല, കാണുന്ന എല്ലാവരും പറഞ്ഞു തുടങ്ങി. അക്കിയുടെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ചേച്ചിയാണല്ലോ ശരിക്കും കാണുക. ചേച്ചിയും ചേട്ടനും വസന്തേച്ചിയാണ് അവനെ ശരിക്കും കാണുന്ന ആൾക്കാർ. മറ്റവരൊക്കെ ഇങ്ങനെ ടി വി കൂടിയും അല്ലെങ്കിൽ എന്താ പറയുക ചാനലിൽ കൂടെയൊക്കെ കാണുന്നത്. അപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇവന് ഇനി നീരിറങ്ങിയിട്ട് വല്ല പ്രശ്നം വരണം. മുടിയാണെന്ന് നല്ലോണം വലുതായി. ആദ്യം നിങ്ങൾക്ക് പണ്ടത്തെ ചാക്കോച്ചൻ്റെ ഫോട്ടോസ് കണ്ടറിയാം. കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുൾ മുടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വന്നതാണ് ഈ മുടി. ഇപ്പം നിറച്ച് മുടിയാണ് നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അതൊന്ന് വെട്ടണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൊറിയർ വന്നത്. അപ്പോൾ 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇന്ന് വന്നതാണ്, മറ്റേത് വന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഫാബ്രിക്സ് കണ്ടീഷണറാണ്. അപ്പോൾ ഇന്നലെ എന്നോട് ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നോട് 1-2 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഇപ്പോഴാണ് മക്കളെ ഓർത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഒന്നും കൂടി മെസ്സേജ് അയച്ചാൽ ഞാനത് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ചോദിക്കുമ്പോൾ രാത്രിയാണ് ചോദിച്ചത്. അപ്പോൾ സാധനം കുപ്പികൾ കാലിയായിട്ട് ഞാൻ വർക്ക് ഏരിയയിൽ ഇട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പകർത്തി ഈ കംഫർട്ടിൻ്റെ കുപ്പികളുണ്ടെങ്കിൽ അതിലേക്ക് പകർത്തിയിട്ട് ഈ ബാരൽ അങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഇത് ഡിവൈൻ മണത്ത് നോക്കിയിട്ട് പറയായിരുന്നു, ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് ഒഴിക്കേണ്ടി വരുമോ എന്നൊരു സംശയം. ഫസ്റ്റ് ടൈം നമുക്കൊന്ന് നോക്കിയിട്ട് ചെയ്യാം എന്ന് പറയായിരുന്നു കേട്ടോ ഡിവൈൻ. അപ്പോൾ ഡിവൈനും ഞാനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി വാങ്ങിക്കുന്ന ആൾക്കാർ കേട്ടോ. അങ്ങനെ ഇത് സംഭവം കൊള്ളാം. ഈ 5 ലിറ്ററിന് എത്രയാണ്
അയ്യോ ഞാൻ മറന്നു പോയിട്ടോ, വില അധികം വിലയായിട്ടില്ല. എന്തായാലും 500 താഴെയാണ് 5 ലിറ്ററിന് വന്നേക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെ വന്നാലും 100ലും മേലെ ഒരു ലിറ്ററിനാവാറുണ്ട്. 100 കേട്ടോ, അതിനേക്കാളും കുറേ കൂടുതലാവാറുണ്ട്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞില്ല, അത് എനിക്ക് പറ്റിയ അബദ്ധമായി. ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാറ്. ഇതിപ്പോൾ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ചായയാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 in 1 സാധാരണ ചായയാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ കാർഡമൺ ചായയാണ്, ഏലക്കായ ഇട്ടിട്ടുള്ള ചായപ്പൊടിയാണ് വാങ്ങിച്ചേക്കണത്. ഇതിൻ്റെ മുമ്പ് ഞാൻ മസാല ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുക, അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം ഞാൻ പറയാറുണ്ടല്ലോ, ഒറ്റയ്ക്കൊക്കെ ഉള്ളവർക്ക് ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വയ്യാണ്ടും ഒക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം, അതായത് ഫ്ലാസ്കിൽ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു 3 സ്പൂൺ, ഒരു 2.5-3 സ്പൂൺ ഇട്ടാൽ നല്ലൊരു ചായയായിട്ടോ. പിന്നെ നമ്മൾ ശരിക്കും മറ്റ് ബീറ്ററും കൂടി ഉണ്ടെങ്കിൽ നല്ലവണ്ണം ആറ്റി കഴിഞ്ഞാൽ നല്ല പതയോടുകൂടി നല്ല സ്ട്രോങ് ചായയാവും. പിന്നെ ഞാൻ പറയാറുള്ള പോലെ ഒരു തുണ്ട് പാല്, അതായത് വളരെ കുറവ് കേട്ടോ പാലിൽ ഇതാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇവർ അപ്പനും അമ്മയും മക്കളും മുടി വെട്ടാൻ പോവുകയാണ്. ശരിക്കും മണി 12 അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി വരുമ്പോഴേക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാവും. കാരണം എല്ലാവരും കൂടി അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തിരിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അവർ പോകുന്ന സമയത്താണ് ഡാഡി മാർക്കറ്റിൽ നിന്ന് വന്നത്. മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഇപ്രാവശ്യം ഇറച്ചി ഒന്നും നുറുക്കിയിട്ടല്ല കൊണ്ടുവന്നത്. സാധാരണ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോവാറ്. ഡോൺ ഫോൺ ചെയ്ത് പറഞ്ഞതിന് ശേഷമാണ് ഡോൺ ആയാലും ഡാഡി ആയാലും പട്ടിയുടെ ഇറച്ചി വാങ്ങിക്കാൻ പോവാറ്. ഇപ്രാവശ്യം അത് മറന്നുപോയി. ഡാഡി പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഡോണും ഓർത്തത് അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വരുന്നു എന്ന് പറയുമ്പോൾ അവൻ കൊത്തി നുറുക്കി അവിടെ മാറ്റി വയ്ക്കും. അപ്പോൾ ഇന്ന് അതുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡിക്ക് ഇരട്ടിപ്പണിയായിട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ഇറച്ചിയും ഭക്ഷണമൊക്കെ, ഇറച്ചിയും മീനും ഒക്കെ ഫ്രിഡ്ജിലിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ബീഫ് മാത്രം വാങ്ങിച്ചാൽ മതി, ഒരു 1/2 കിലോ ബീഫ്. അത് എന്തിനാണെന്ന് വെച്ചാൽ വല്ല കട്ട്ലേറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും ഇടും. ഞാനത് ഇന്ന് രാത്രിയിലേക്ക് റോസ്റ്റ് ചെയ്ത് ശരിക്കും വെച്ചെങ്കിലും വേണ്ടി വന്നില്ല. അപ്പോൾ ഇത് ഉച്ചയിലത്തേക്ക് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് ഓവർ ഫുഡാണ്. ഞാൻ പറയാറില്ല ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വരുമെന്ന് പറയാറില്ലേ. ഇത് മോര് മാത്രം കാച്ചി, പിന്നെ നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, കൂർക്കയും പോർക്കും ഉണ്ടായിരുന്നു, കുറച്ച് ചിക്കൻ്റെ പീസുകൾ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വറുത്തത് ഇന്നലെ രാത്രി വറുത്ത മീനിൽ അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ കിച്ചണിലത്തെ കാര്യങ്ങൾ ഒതുക്കുമ്പോൾ പാച്ചൂട്ടനെ സെറ്റിയിലാക്കി, ഡാഡീനെയും സെറ്റിയുമ്പോൾ കരുത്തി. അപ്പോൾ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒന്ന് നമ്മൾ റോബോട്ട് എത്ര ക്ലീൻ ചെയ്താലും നമ്മളുടെ കൈ ഒരു മുക്കും മൂലയിലെത്തുമ്പോൾ ഒരു വൃത്തി വേറെയാണ്. അപ്പോൾ ഡിംപിളിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ റോബോട്ടിൽ നമ്മൾ മറ്റേ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ചൂടുവെള്ളം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ തുടയ്ക്കുമ്പോൾ മറ്റേ പെനോയിലൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ ഒഴിച്ച് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ സാധാരണ തുടയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയാണ് പണ്ട് തൊട്ടേ ഉള്ളൊരു പതിവ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പട്ടിയുടെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് അവർക്ക് ആ മണം കണ്ടപ്പോൾ പച്ചയ്ക്ക് തിന്നാനായിട്ടൊരു കൊതി, അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഡിംപിൾ ഫുൾ അടിച്ച് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഫ്ലോർ ക്ലീനർ ഒഴിച്ച് ഇളം ചൂടുവെള്ളത്തിൽ കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു. ആ ഇതുകൊണ്ട് കേട്ടോ നല്ല മോപ്പാണ് അത്. അതിൻ്റെ ആ ഇതെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ ചാക്കോച്ചൻ്റെ മുടി വെട്ടിയതാണ്. അപ്പോൾ മുടി വെട്ടിയ സംഭവവും കാര്യങ്ങളൊക്കെ ഡിവൈൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു അത്ര. അവസാനം ട്രിമ്മറിൻ്റെ ഒച്ച കേട്ടപ്പോഴാണ് അത്ര ചാടി എണീറ്റത്. അതുവരെ മിണ്ടാണ്ട് കണ്ണടച്ചുറങ്ങിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിയൻ മിണ്ടാണ്ടിരുന്ന് കണ്ടപ്പോൾ ചേട്ടന് നാണക്കേടായിട്ട് ചേട്ടനും തല വെച്ച് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മിണ്ടാണ്ടിരുന്ന് മുടിയൊക്കെ വെട്ടി. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, സ്റ്റെപ്പ് അടിച്ചത് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തോമുൻ്റെ മുടി വെട്ടിയിട്ട് കുറേ പേര് പറഞ്ഞായിരുന്നു അയ്യോ വേണ്ടായിരുന്നു എന്ന്. ചാക്കോച്ചിന് പിന്നെ മുടി വെട്ടിയപ്പോൾ വേറൊരു ചായ എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ശരിക്ക് അക്കിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ അതും ഇത് കൂടെ ആഡ് ആയതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുടി അങ്ങോട്ട് വെട്ടിയിറക്കി. അവന് കുറച്ചും കൂടി ഒരു എന്താ പറയുക തടി ഫീൽ ചെയ്യുന്നുണ്ട് മുടി വെട്ടി കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങളിതേ ഉച്ചകാലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഇവർ വരുമ്പോൾ കിണ്ണത്തപ്പം കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് ചായക്കുള്ള കിണ്ണത്തപ്പം എന്നുണ്ട്. പക്ഷേ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് കിണ്ണത്തപ്പം കഴിഞ്ഞു കേട്ടോ. ഊണ് കഴിഞ്ഞ് എല്ലാവരും എടുത്തപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് കുട്ടികൾക്ക് ഇഷ്ടമാണ് കിണ്ണത്തപ്പം, 3 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കിണ്ണത്തപ്പം അതോടുകൂടിയിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇവർ പോയി വന്നപ്പോൾ ലോളിപോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ തോമുൻ്റെ മുടി വെട്ടി. അപ്പോൾ ഞാൻ വെട്ടിയത് കാണിക്കാൻ വിളിച്ചപ്പോൾ മൂപ്പര് വന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എടുത്തിട്ട് അയച്ചതാണ് കേട്ടോ.
ചേച്ചിക്ക് അയച്ച് കാണിച്ചു കൊടുത്തതാണ്. പിന്നെ ഗ്രൂപ്പിലേക്ക് കുട്ടികൾക്ക് ഞാൻ എന്തുണ്ടായാലും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഓച്ചും ചാക്കോച്ചനും കൂടി ഒളിച്ച് കളിക്കുന്നതാണ്. അപ്പോൾ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒളിച്ച് കളിയാണ് അവൻ്റെ ഫേവറേറ്റ് വിനോദം. അവനിങ്ങനെ അവിടെ ഇവിടെയും പോയിട്ട് ഒളിച്ച് നിൽക്കും, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോയി ഒളിച്ച് നിൽക്കുക. ഇതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്താ പറയുക കളിക്കാൻ. പിന്നെ നമ്മളുടെ പാച്ചുവിൻ്റെ അതേ സ്വഭാവം, മുടി പിടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടി ഒച്ചു തുടയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ കിടക്കുന്ന അകല്ല ഇനി കിടന്ന് ഉരുണ്ടോളം പറഞ്ഞിട്ട് കുറച്ച് നേരം താഴെ കിടന്നതാണ്. എനിക്കും ഉണ്ടായിരുന്നു ഈ സ്വഭാവം കേട്ടോ. ഞങ്ങളൊക്കെ തുടയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം താഴ്ത്ത് കിടക്കുമ്പോൾ അതൊരു സുഖമല്ലേ, വർത്താനം പറഞ്ഞ്. ഇപ്പം എനിക്ക് പറ്റില്ല, എൻ്റെ വയറുകൊണ്ട് എനിക്ക് തീരെ പറ്റില്ല താഴ്ത്ത് കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ല. നിസ്സാരം പള്ളിയിൽ എന്നെ പോയി കഴിഞ്ഞാൽ കുറച്ചധികം നേരം ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ എനിക്ക് കയ്യും കാല് കാഴ്ച തുടങ്ങും. അപ്പം ഞാൻ പതുക്കെ ഇരിക്കും. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എന്തോരം ഓടി നടക്കുക. എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ പണികൾ എത്ര വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ തറഞ്ഞുള്ള നിപ്പ് എനിക്ക് തീരെ പറ്റില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങടാന്ന് വെച്ചാൽ ഒരു മറ്റേ കുട്ടികളുടെ ഒരു പാർക്കുണ്ട്, അവിടേക്കാണ് പോണത്. അപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഓരോന്ന് ഇടിയിച്ച് നോക്കുക. കാരണം മുമ്പ് തൊട്ടേ കുറേ കണ്ടമാനം ഡ്രസ്സുകൾ ഗിഫ്റ്റ് കിട്ടിയിട്ട് പാകമാവാണ്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡ് അടിച്ചിട്ട് അവൻ ഇടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ അടിക്കാൻ പറ്റില്ല. കാരണം അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് ഒരു ആശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ഇവനെയും കൊണ്ടുപോകുമ്പോൾ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കും കുട്ടിക്ക് എത്ര വയസ്സായി. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 3 വയസ്സെന്ന് പറയുമ്പോൾ 3 വയസ്സായോ എന്നൊരു ചോദ്യം ചോദിക്കുക. അതായത് അയ്യോ അത്ര ഇല്ലല്ലോ എന്നർത്ഥത്തിൽ. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾക്കും അങ്ങനത്തെ ഒരു ചോദ്യം ഇല്ലാണ്ടായി. കാരണം ഒരു കുട്ടിയെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടിക്ക് 3 വയസ്സായവൻ 13 കിലോനായി എന്ന് പറഞ്ഞു. അല്ല 13 കിലോനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനമായി. കാരണം ഇവനും 3 വയസ്സാണ്, 13 കിലോ ഇപ്പോൾ ഇവ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഡിമ്പിളിന് ഭയങ്കര കോൺഫിഡൻസായി. അവൾ പതുക്കെ പഴയ ഡ്രസ്സുകളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഇതാ ഒക്കെ കറക്റ്റ് പാകം. അപ്പോൾ ഇത് ആൻസൻ്റെ മമ്മിയുടെ ചേച്ചീൻ്റെ ആച്ചാൻ്റി ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാകമാവാത്ത കാരണം മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഇട്ടപ്പോൾ അതേ കറക്റ്റ് പാകം. അപ്പോൾ ഭയങ്കര ഡിമ്പിളിനും അതെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ പാകമെന്ന് കാണുമ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് നമ്മുടെ അമ്മമാർക്ക് അങ്ങനെയല്ലേ, നമ്മുടെ കുട്ടികൾ വലുതാവണമെന്ന് അറിയുമ്പോൾ, പ്രത്യേകിച്ച് പാച്ചുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോയാണ് ഇത് കേട്ടോ. ഇതുകൊണ്ടിങ്ങനെ പല ഷേപ്പാക്കുക, അതുപോലെ പല തരത്തിൽ കളിക്കും. അവന് ഈ ഒരൊറ്റ പീസ് മതി അവൻ്റെ കയ്യിൽ. അങ്ങനെ അതൊക്കെ ഇട്ട് അവന് ഷൂ മാച്ചില്ല എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലൂ ആണല്ലോ, നല്ല മാച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുതിയതല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ വർത്താനം പറഞ്ഞു തുടങ്ങിയ കാരണം ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ചോദിക്കലും പറയലൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ മാറാനായിട്ട് നോക്കിയപ്പോഴാണ് തുണികൾ കൊണ്ടുവന്ന് അവിടെ ഇട്ടുണ്ടായിരുന്നു മടക്കാനായിട്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കുറച്ച് മടക്കി, കുറച്ചല്ല ഒരുവിധം എല്ലാതും ഞാനൊരു സൈഡിൽ നിന്ന് ഡിമ്പിൾ ഒരു സൈഡിൽ നിന്ന് മടക്കി. കാരണം തിരിച്ച് വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഭയങ്കര മടി വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം മടക്കി ഒക്കെ ഒതുക്കി വെച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടു. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞു വേണ്ട, ഇന്ന് മുഴുവൻ നമുക്ക് പുറത്തുനിന്നാവാമെന്ന് പറഞ്ഞു. ഓ എന്നാൽ ശരി, അങ്ങനെ ആവട്ടെ ചോദിച്ചു. ഞാനും ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ എന്ത് പറയണോ അവരുടെ ഇഷ്ടത്തിന് ഞങ്ങൾ നീങ്ങാറ പതിവ്. കാരണം കുട്ടികളുടെ കല്യാണം കഴിയണവരെ, അല്ലെങ്കിൽ അവർ വലിയ അവർ അപ്പനമ്മമാരാവണമെന്നത് വരെ നമ്മൾ പറയണത് കേട്ടിട്ടാണല്ലോ അവർ നിന്നത്. അപ്പോൾ ഇനി കുറച്ച് അവർ പറയണത് കേട്ടിട്ട് നമ്മൾ കുട്ടികളുടെ സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഞാനും ഡാഡിയും എടുത്തിട്ടുള്ള ഒരു നയം. അങ്ങനെ ഞങ്ങൾ വന്നത് അയ്യന്തോള് നമ്മളുടെ തട്ട് എന്നാണ് തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മുടെ അയ്യന്തോള് മറ്റേ ഏത് വഴിയെന്ന് പറയുക, ചുങ്കം വഴി പോണതിൻ്റെ അവിടെയാണ് കേട്ടത്. തട്ട് അങ്ങനെയാണ്. അവിടെ തന്നെ ഇഡ്ഡലി കടയിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഡിവൈൻ അങ്ങോട്ട് ഇതിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിറങ്ങി ജസ്റ്റ് ചായയും പിന്നെ ഒരു മീറ്റ് റോളാന്ന് തോന്നുന്നുണ്ട്, മീറ്റ് റോളും പിന്നെ ചില്ലി ഗോപിയും മറ്റേ ഇതും വാങ്ങി ഞങ്ങളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് സമാധാനത്തിൽ റിലാക്സ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിച്ച്. കാരണം ഒരു തിക്കും തിരക്കും ബഹളമൊന്നുമില്ല. അവിടെ 4:30 തൊട്ട് 10:30 വരെ അങ്ങോട്ടാണ് പാർക്കിലെ സമയം. അപ്പോൾ കുട്ടികൾ ശരിക്കും ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ ശരിക്കും വയ്യാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം പതുക്കെ, പിന്നെ അങ്ങനെ എന്താ പറയുക എടുത്ത് വെച്ചിട്ടുള്ള പണികളൊന്നും അല്ലല്ലോ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകുന്നൊരു സ്ഥലമാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകാം, ഇഷ്ടമുള്ളപ്പോൾ വരാം. അതേസമയം ഒരാൾ ഇൻവൈറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ആ കൃത്യസമയത്തേക്ക് പോകേണ്ടതും അവിടെ നിന്ന് ആവശ്യം കഴിഞ്ഞ് ഇറങ്ങി വരേണ്ടതും. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ചായ വന്നു. അപ്പോൾ
കുട്ടികൾക്കടക്കം ഒരു ചായ എക്സ്ട്രാ വാങ്ങിച്ചു. കാരണം ഈ കുട്ടികൾക്ക് സ്ഥിരമുള്ളതാണ്, നമ്മൾ ചായ കുടിച്ച് കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരേ തുണ്ട് വേണം. അപ്പോൾ ഒരു ചായ എക്സ്ട്രാ ഇപ്പോൾ എപ്പോഴും വാങ്ങിച്ചിട്ട് അവർക്കൊക്കെ ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ മെറി ടോട്ട് ഫെയറിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിവൈൻ്റെ വീഡിയോയിലുണ്ട്. ഡിവൈൻ വീഡിയോ എടുക്കാൻ മടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു പറ്റില്ല, എടുക്കണം. കാരണം ഈ 2 കുട്ടികൾക്കും അത് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മടിയായാൽ പറ്റില്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ 2 പേർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുള്ളതിൻ്റെ വല്ല, പ്രത്യേകിച്ച് ഡിവൈന് 2 പേരാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഡിവൈൻ്റെയിൽ കാണാനുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇന്നാണ് അവസാനത്തെ കാർണിവലിൻ്റെ ഫെയർ, ഇന്നാണ് ലാസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇന്നലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒന്ന് പോകാനുള്ള ഒരു ദിവസമായേനെ. പക്ഷേ നമ്മൾ ഇന്നാ പോകാൻ പറ്റുള്ളൂ. പിന്നെ വീക്ക് ഡേയ്സിൽ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, സംഭവമൊക്കെ ഉണ്ട്. എന്നാലും ഇത് കാണേണ്ടതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മുടെ ഡിവൈൻ കാണിച്ചു തരും കേട്ടോ. കാരണം കുട്ടികൾ ശരിക്കും ആർമാദിച്ചു, എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാത്ത അത്രയും എൻജോയ് ചെയ്തു. ചാക്കോച്ചനൊക്കെ എന്താ പറയുക, ശരിക്കും കൂന്ത് വിളയാടാന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. അപ്പോൾ അച്ചുവിന് ഇതേ കുറേ കളി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫേവറേറ്റാണ് ഇതുപോലെ ബിൽഡിംഗ് സെറ്റും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ഓടി തളർന്നപ്പോൾ അതേ പിന്നെ ഇതുമ്പോൾ നിന്നു. അതുപോലെ തോമും അതെ, കുറേ കാര്യങ്ങൾ അതൊക്കെ വിശദമായിട്ട് നമ്മുടെ ഡിവൈൻ്റെ വീഡിയോയിലുണ്ട്. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞ് ഞങ്ങളിതേ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ പാർക്കിങ് കുറച്ച് ദൂരെ അങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു, കാരണം അത്രയും തിരക്കായിരുന്നു അതിൻ്റെ ഉള്ളിലിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾക്കുള്ള പാലും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് കാറും നേരെ നമ്മൾ ദേ തട്ട് അവിടേക്ക് തന്നെയാണ് തിരിച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുട്ടികൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ നല്ല നല്ല ഐറ്റംസ് ഉണ്ടെന്ന്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാത്രിയിലേക്കുള്ള ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ട്, ചപ്പാത്തി മാത്രം മതി. അപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു, അയ്യോ നമുക്ക് മടക്കം വരുമ്പോൾ ഇവിടെ കയറണം, അതുപോലെ നല്ല സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടത് കൊണ്ട് തന്നെ ആ കുട്ടികൾ എന്നോട് എന്താ ചെയ്യേണ്ടത് രാത്രിയും ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് അവിടെ കയറാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ കയറി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ അവരാരും ഓർഡർ ചെയ്തു. അപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് ശ്രീവല്ലി എന്നാണ് തോന്നുന്നുണ്ട് ഇഡ്ഡലി സെൻറ്റർ. പക്ഷേ ആ സമയം ഇതായതുകൊണ്ട് പോയില്ല. ചാക്കോച്ചന് ശരിക്കും ഒരു ഇഡ്ഡലി വാങ്ങിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തിന് ഇപ്പോൾ പലയിടത്തും കയറേണ്ട കുട്ടികളാണെന്ന് വെച്ചാൽ ശരിക്കും തളർന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വെച്ചാൽ ഞാനും ഡോണും കൊള്ളിയും ബോട്ടിയും കൂടി വാങ്ങി. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഡോണേ കഴിക്കുള്ളൂ ബോട്ടി. അപ്പോൾ ഡാഡിക്ക് എഗ് കുത്തു പൊറോട്ട വാങ്ങി, ഒരാൾ മറ്റേ കൊള്ളിയും മുട്ടയും കൂടി വാങ്ങി, ഒരാൾ ഫ്രൈഡ് റൈസ് വാങ്ങി. ഇങ്ങനെ 4 ഐറ്റം വാങ്ങി ഞങ്ങൾ 5 ആൾ കൂടി കഴിക്കുക ചെയ്ത്. വയറ് ഡമ്മായിട്ടോ, ശരിക്കും വയറ് ഡമ്മായി. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസും കൂടി കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ശരിക്കും രാത്രിയിലത്തെ ഫുഡ് അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ശരിക്കും ഇന്ന് നെല്ലിക്കുന്ന് പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടെങ്കിലും നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ തറവാട്ടിലേക്ക് പോകാനുള്ള സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ മടക്കം വരുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ശക്തനിൽ കണ്ടോ എന്താ ഭംഗി. ഞങ്ങൾ അന്ന് പോയപ്പോഴാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ മറ്റേ എന്ത് ഫെസ്റ്റാണ്, ഹാർഫെസ്റ്റിന് പോയില്ലേ, അന്നാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചത് കേട്ടോ, അവിടെ അകത്ത് നിന്നും കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഫുള്ള് ഇങ്ങനെ വീഡിയോ എടുത്തത്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ട് ഒരു ദിവസം രാത്രി കുട്ടികളെയും കൊണ്ട് ഇതിൽ ലിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, കയറി അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം നമ്മളുടെ തൃശ്ശൂരുള്ള നമ്മളുടെ സ്വന്തം സ്ഥലങ്ങൾ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം. അപ്പോൾ നമ്മൾ കുട്ടികളെ ഒരു സംഭവം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എവിടെ പോകുമ്പോഴും അതിനൊരു അത്ഭുതം കാണാൻ പാടില്ല. ഒരു സാധനം കാണുമ്പോൾ അതെനിക്കറിയാം, അല്ലെങ്കിൽ അത് എന്നോട് ഡാഡി പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയാവുന്ന പോലെ ആയിരിക്കണം. കാരണം നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ട് വലിയ വലിയ സംഭവങ്ങളല്ല, ഇതൊക്കെ കുട്ടി കാര്യങ്ങളാണ്. നമുക്ക് ഒരു 5 പൈസ ചിലവില്ലാത്തതാണ്. തൃശ്ശൂർ ശക്തനിൽ പോയിട്ട് അവിടെ വണ്ടി ഇട്ടിട്ട് താഴത്തുനിന്ന് ലിഫ്റ്റ് ഉണ്ട്, അവിടെ കയറി അവിടെ മൊത്തം നടന്ന് താഴെയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക. ഒരു വെള്ളത്തിൻ്റെ ചിലവ് പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾക്ക് ഒരു ദിവസം കുട്ടികൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് എവിടെയോ ദൂരെ ഒരു ഔട്ടിങ്ങിന് പോയ ഒരു പ്രതീതി, അങ്ങനെ കുട്ടി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് സാധിച്ചു കൊടുക്കണം കേട്ടോ. കുറേ പേരുണ്ട് എവിടെയും പോവാണ്ട് എന്താ പറയുക സമ്പാദിക്കണം, അല്ലെങ്കിൽ പോയാൽ ചിലവാണ്, അങ്ങനെ നോക്കാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ എടുത്ത് വെച്ചിട്ട് നാളെ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം, അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ ഓർമ്മ, നമുക്ക് അവർക്ക് ഒരു മെമ്മറി കൊടുക്കാൻ പറ്റിയാൽ അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നല്ല കാര്യം.
അപ്പോൾ നാളെ മേലൊക്കെ അതിലൊരു സംഭവം കാണും, ഓ എന്നെ എൻ്റെ ഡാഡിയും മമ്മിയും അവിടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ അങ്കിൾ എന്നെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റി അങ്ങനെ കൊണ്ടുവരുന്നു. നമ്മളെപ്പോഴും പറയുമല്ലോ, അതുപോലെ നമ്മൾ ഓർത്ത് പറയുന്ന പോലെ നമ്മുടെ മക്കൾക്കും ഓർത്ത് പറയാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് വയ്ക്കണം. അങ്ങനെ നെല്ലികുന്നത്തെ ലൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ലൈറ്റിൻ്റെ അത് കൂടെ ഒക്കെ വരുമ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള പെരുന്നാളും ആഘോഷങ്ങളും കല്യാണത്തിന് മുമ്പും അതെ അവിടെ കണ്ണമ്പുഴയുടെ തറവാട് വീടുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യം അവിടേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചു. കാരണം പെരുന്നാളായിട്ട് എന്തായാലും എല്ലാവരും ഉണ്ടാവും, എല്ലാവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചു. പള്ളിയുടെ അടുത്ത് തന്നെയാണ് വീട്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. ഞാൻ നോക്കി പോകണം വഴിക്ക്, അപ്പോൾ അവിടെ ലൈറ്റും വണ്ടിയൊക്കെ കണ്ടു, പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അറിയാമല്ലോ നമ്മുടെ 3 പിള്ളേർസാണ് നമ്മുടെ കയ്യിൽ, പിന്നെ ഒക്കെ ഉറങ്ങി വീണു. പിന്നെ എനിക്ക് അവരെ അറിയുള്ളൂ, എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കതൊരു ബോറടി ആവണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മിക്കവാറും കുട്ടികളെ ഞാൻ ഒഴിവാക്കൂട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എത്തിയപ്പോൾ ഞാൻ വെറുതെ ഡോണോട് പറഞ്ഞു, എനിക്കൊരു കോൺ ഐസ്ക്രീം തിന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. നമ്മളുടെ നെല്ലികുന്ന് പള്ളിയുടെ നടയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡോൺ പറഞ്ഞു അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പണിയാണ്, കാരണം നിറച്ച് ടോയ്സാണ്. പിന്നെ ആ സമയത്ത് കിടാങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് ആൾക്കാരൊക്കെ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഡാഡി മമ്മിക്ക് ഐസ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കത് വേണ്ട, ഞാൻ ജസ്റ്റ് അവിടെ പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും. അപ്പോൾ ഡാഡി എന്നെ കളിയാക്കി, പിന്നെ പള്ളിപ്പെരുന്നാളിൻ്റെ മുമ്പിൽ നിന്ന് ഐസ്ക്രീം കഴിക്കണേ വെച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്തപ്പോൾ കുഴപ്പം, അവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് നോക്കിയാലൊന്നും ജീവിക്കാൻ പറ്റില്ല. അത്യാവശ്യം എല്ലാവരും കഴിക്കുന്ന സാധനങ്ങൾ നമുക്കും കഴിക്കാം, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ വന്നു സ്കാൻഡിയിലേക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണുത്തിയിലാണ്. മണ്ണുത്തി സെൻറ്ററാണോ എന്ന് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. നമ്മുടെ ബാംഗ്ലൂർക്കുള്ള വണ്ടികളൊക്കെ നിറച്ച് നിൽക്കുന്നില്ലേ പാലത്തിൻ്റെ അടിയിൽ, ആ വശത്താണ് കേട്ടോ അത് സ്കാൻഡി എന്ന് പറഞ്ഞിട്ട്. കണ്ടമാനം ഫ്ലേവറുണ്ട് ഐസ്ക്രീം. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഫ്ലേവർ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കുറേ ഉള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാവണം ഓരോ വെറൈറ്റിയാണ് കേട്ടോ. അവൻ എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങിക്കൊണ്ടുവരിക. 3 രൂപ തൊട്ട് അങ്ങോട്ട് ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടാണ് പറയാൻ കേട്ടേക്കണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് വാങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിക്കാത്ത, അതായത് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവറാണ് ബിസ്കോഫിൻ്റെ മറ്റേ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ. അപ്പോൾ അത് തന്നപ്പോൾ ശരിക്കും ആ ബിസ്ക്കറ്റിൻ്റെ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അതിനെ. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് കഴിച്ച് കുട്ടികളപ്പോഴേക്കും പാച്ചു ഉറക്കത്തിൽ നിന്നൊക്കെ ചാടി എണീറ്റു കേട്ടോ. അങ്ങനെ അത് കാരണം ഞങ്ങൾക്ക് അവനെ ഉറക്കണ്ടാകുന്നുണ്ട്. പിള്ളേർ ശരിക്കും ഉറങ്ങി തുടങ്ങി, പക്ഷേ അവരെ ഇത്രയും നേരം ഈ മണ്ണിൽ ഇതിലൊക്കെ കളിച്ചിട്ട് നമ്മളൊന്ന് കുളിപ്പിക്കാണ്ട് കിടത്തി ഉറക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കാണ്ട് നിൽക്കണം എന്നായിരുന്നു വിചാരം. പിന്നെ ഇവർ ഉറങ്ങാണ്ട് എണീറ്റപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായി. പിന്നെ ഇവിടെ നിന്ന് ഇനി കുറച്ചല്ലേ നമ്മുടെ വീട്ടിലേക്കുള്ളൂ, ഉറക്കാണ്ട് നമുക്ക് നോക്കാമല്ലോ. അപ്പോഴാണ് ബാംഗ്ലൂർക്കുള്ള ബസ്സുകളുടെ നിറച്ച് ബസ്സുകളാണ്. അപ്പോൾ തോമു പറയായിരുന്നു, തോമു ഇവിടെയാണല്ലോ ആൻസൻ്റെ അടുത്തേക്ക് ഡിമ്പിൾ പോകുമ്പോൾ ബസ് കയറാനായിട്ട് ഇവിടേക്കാണ് വരിക. അപ്പോൾ എപ്പോഴും അത് കാണുമ്പോൾ അവന് ഭയങ്കര വിഷമം. അപ്പോൾ അവൻ പറയായിരുന്നു എനിക്കൊരു ദിവസം ബാംഗ്ലൂർക്ക് ബസ്സിൽ പോകണം മമ്മീന്ന്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം പോകണം എല്ലാവർക്കും കൂടിയിട്ട് ബാംഗ്ലൂർക്ക് ബസ്സിന് തന്നെ പോകണം എന്ന് പറഞ്ഞ് ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. അവന് വലിയ ഇഷ്ടമാണ് ബസ്, മറ്റേ കാറിൽ, പിന്നെ മറ്റേ എന്താണെന്ന് പറയുക ടെമ്പോ ട്രാവലറിൽ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും അപ്പയോട്, അപ്പോൾ ഇന്ന വണ്ടി നമ്മുടെ ഹബ്ബിലുണ്ടോ അപ്പ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അവന് വണ്ടിയുടെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ നമ്മുടെ പൈപ്പിൻ്റെ കുത്തിപ്പൊളിച്ചിട്ട് കണ്ടെത്തി അവിടെ ബോർഡ് വെച്ചേക്കുക, മറ്റേ ഡേഞ്ചർ സ്റ്റോപ്പ്. അവിടെ മുഴുവൻ അങ്ങോട്ട് മൂടിയിട്ടില്ല. അപ്പോൾ ഇപ്പുറത്തും അതെ ഒരു നോക്കിയപ്പോൾ വലിയൊരു പൊത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നാളെ അവർ വരുമ്പോൾ അത് ഫുള്ള് കോൺക്രീറ്റ് ഇടും തോന്നുന്നുണ്ട്, അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. അപ്പോൾ നിർത്തി അത് ചെയ്യിക്കണം, കാരണം നമ്മൾ കിടക്കുമ്പോൾ വലിയ പൊത്തെങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പിള്ളേർസൊക്കെ ഓരോരുത്തരുടെ മടിയിലായതുകൊണ്ട് ഞാനാണ് ഗേറ്റ് തുറക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഫോൺ ഡിമ്പിളുടെ കയ്യിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിൾ എടുത്ത വീഡിയോസാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേർസ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അവരുടെ വിചാരം അവർ തള്ളുമ്പോഴാണ് കാർപോർട്സിലേക്ക് കയറി ചെല്ലണേന്നാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ശരിക്കും എത്തുമ്പോൾ 10 മണി കണ്ടു. കറക്റ്റ് 10 മണിക്കാണ് കയറിയത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ 10 മണിക്കാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക, 11:30 ആവും കിടക്കുമ്പോൾ. ഇതിപ്പോൾ അതൊന്നുമല്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് വന്ന് കയറിയത്. ഇനി കുട്ടികൾക്കൊന്ന് കുട്ടികളെ ഒന്ന് കുളിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും ആൻറ്റിയുടെ ഫേസ് ഒരു ദിവസം എപ്പോഴെങ്കിലും കാണിച്ചോളൂ ഒരു വീഡിയോയിലെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സെൽഫി ആയിട്ട് എൻ്റെ ഫേസ് എപ്പോഴും കാണിക്കുന്നത് കേട്ടോ. കാരണം വോയിസ് മാത്രമേ കേൾക്കണുള്ളൂ, ആൻറ്റിനെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറ്റാവുന്ന പോലെ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. നമ്മൾ വീട്ടിൽ ഒരുങ്ങിയിട്ടൊന്നും അല്ലല്ലോ നിൽക്കുക. ഒരുങ്ങിയിട്ടെന്നല്ല, നമ്മളിപ്പോൾ മറ്റുള്ള ഒരാളുടെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് വേണ്ടേ. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ പേര് വേണമെങ്കിൽ നോക്കി വെച്ചോ. പക്ഷേ ഇതിനേക്കാളും നല്ലത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ അത് 1 ലിറ്ററിൻ്റെ ടിന്നായിരുന്നു. ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ലൊരു മൈൽഡ് സ്മെല്ലാണ്, കുത്തണ മണമല്ല, നല്ലൊരു മൈൽഡ് സ്മെല്ലാണ് അതിന്. അങ്ങനെ ഇന്നത്തെ ദിവസം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് അടുക്കള കാലിയായിരുന്നു. കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. ചോറും പിന്നെ അത്യാവശ്യം ഒരു കറി അങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി ഉണ്ടായിരുന്ന ഫുഡായിരുന്നു. നമുക്കത് മതിയല്ലോ, വെറുതെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ സമയം നോക്കി എത്രയെന്ന് 11 5 മിനിറ്റ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ 11:15. അപ്പോൾ നമ്മുടെ ടേബിളിലെ ടോപ്പ് മാത്രം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തപ്പോഴാണ് താഴ്ത്ത് കണ്ടു നിറച്ച് പൊടി. നാളെ വേണം അതൊക്കെ തട്ടിയിട്ട് നമ്മളുടെ ഏതെങ്കിലും പുതിയ ടേബിൾ മാറ്റ് എടുത്ത് ഇടാനായിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ഡിമ്പിൾ തുടച്ചപ്പോൾ കംപ്ലീറ്റ് ഒതുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുടി വെട്ടാൻ പോയതുകൊണ്ട് പിള്ളേർസിൻ്റെ അനക്കൊന്നും താഴ്ത്തുണ്ടായിരുന്നില്ലല്ലോ. 2 ആളുണ്ടായാലേ മൂന്നാമത്തോനും വരുള്ളൂ. ഇത് പിന്നെ കുറച്ച് നേരത്തെ ഇവർ കിടക്കുമ്പോൾ വലിച്ചു വാരിയിട്ടതാണ്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഒതുക്കി. ഇത്രയല്ലേ ഉള്ളൂ ഒതുക്കാമെന്ന് വെച്ചിട്ട് അതും കൂടി ഒതുക്കി. അപ്പം ഞാൻ ആദ്യം റോബോട്ടിനെ ഇറക്കിയാലോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ വളരെ ക്ലീനായിട്ട് കിടക്കുക. പിന്നെ ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഇനിയിപ്പോൾ റോബോട്ടിനെ ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനും മെനക്കെട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിമ്പിളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവർക്കൊക്കെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടിക്കും പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചു, കമൻറ്റ് വഴി പറഞ്ഞു. അപ്പോൾ കുട്ടിക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഡിമ്പിളുടെ പേരിലും ഞാൻ നിങ്ങളോടൊക്കെ താങ്ക്സ് പറയണം കേട്ടോ. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.